കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിച്ചാൽ പോരാ, ഡിസ്മിസ് ചെയ്യണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് സുജിത്തിനെ സന്ദർശിക്കും. അതേസമയം PG പോലീസ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഇപ്പോൾ പ്രതിഷേധത്തിനിടയാക്കുകയാണ്. വിശദാംശങ്ങളുമായി ചേരുന്നത് ഹരീഷാണ്. ഹരീഷ്, കുന്നംകുളത്തിന് പിന്നാലെ ഇപ്പോൾ ഇത് PG പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത് എന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷനുകൾ ഇടിമുറികളാകുന്ന കാഴ്ച അല്ലേ? ഐശ്വര്യ, തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ നമ്മൾ കാണുന്നത്. ആദ്യം ഈ കോൺഗ്രസ് പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിൽ ഇന്ന് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. തൃശ്ശൂരിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിരന്തരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതിനുള്ള തെളിവാണ് ഈ ഒരു ദൃശ്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരടക്കം പറയുന്നത്. ഇത് ഈ ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് പല സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. പലതും പുറത്തു വരാതെ പോകുന്നതാണ്. ഈ ഒരു വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കും, നിരന്തരമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോയി വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തിയതിനു ശേഷമാണ് ഈ ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയാത്ത സാധാരണ ആളുകളാണെങ്കിൽ ഈ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞു പോവുകയുള്ളൂ, അല്ലെങ്കിൽ പോലീസ് എന്നും അവർ രക്ഷപ്പെട്ട പോവുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇത് നിയമ പോരാട്ടത്തിനൊടുവിലാണ് 2023 ഈ രണ്ട് സംഭവങ്ങളും നടന്നത്. ഒരു മാസത്തിൻ്റെ വ്യത്യാസത്തിൽ നടന്ന സംഭവങ്ങളാണ്. അത് ഈ ഒരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നത് എന്നുള്ളത്. അത് തുടർച്ചയായ നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ അത്തരത്തിൽ ഈ ഒരു വിവരാവകാശ കമ്മീഷനൊക്കെ ഇടപെടലിൻ്റെ തുടർച്ചയായി മാത്രമേ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിരന്തരമായി തൃശ്ശൂരിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരാതിയുള്ള സ്റ്റേഷനുകളിലുള്ള ദൃശ്യങ്ങൾ ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കും. എന്നിട്ട് അത് പരിശോധിച്ച് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ ജോസഫ് ടാജറ്റ് പറഞ്ഞത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, പീച്ചിയിലോ കുന്നംകുളത്തോ മാത്രം നടക്കുന്ന സംഭവമല്ല, മൊത്തം കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. പിണറായി സർക്കാരിൻ്റെ അറിവോടുകൂടിയാണ് ഇത് എന്നുള്ളൊരു ആരോപണമൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നാൽ തന്നെ ഈ പോലീസുകാർക്ക് വേണ്ട ശിക്ഷ നടപടികൾ നൽകുന്നില്ല, അവർക്ക് പ്രൊമോഷനൊക്കെയാണ് നൽകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞത്. എന്തായാലും ഇന്ന് 11:30 PG പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട്. വലിയ രീതിയിൽ ഈ ഒരു പ്രതിഷേധം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഇത് സാധാരണക്കാർക്ക് ഇനിയും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുളയിലെ നുള്ളണം എന്നുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ മർദ്ദിക്കുന്ന പോലീസുകാർക്ക് കൃത്യമായ നടപടികൾ സ്വീകരിച്ചു കൊടുത്താൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് പോലീസുകാർക്കും അത്തരത്തിൽ പേടിയുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഈ ദൃശ്യങ്ങളൊന്നും പുറത്തു വരില്ല എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള 3ാം മുറ പ്രയോഗിക്കാൻ, അല്ലെങ്കിൽ ഇടിയൻ പോലീസ് എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ട് വളർന്ന അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും പോലീസ് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസും ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായ നടപടികൾ എടുക്കണം. ഇത്തരം ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. കേവലം വകുപ്പ് തല നടപടികൾ പോരാ, സസ്പെൻഷനോ അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോരാ. കൃത്യമായി ഈ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി കൃത്യമായി അന്വേഷിച്ച് അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ നൽകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും പറയുന്നത്. യൂത്ത് കോൺഗ്രസും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസമെല്ലാം തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാഴ്ചവെച്ചത്. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ്. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്കും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക്, അതുപോലെ തന്നെ DIG ഓഫീസിലേക്കൊക്കെ പ്രതീകാത്മകമായ സമരങ്ങളെല്ലാം യൂത്ത് കോൺഗ്രസ് കാഴ്ചവെച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ, ഇത്രയും വലിയ രീതിയിൽ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ PG പോലീസ് ഈ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇതുപോലെ തന്നെ നിയമ പോരാട്ടം നേടിയാണ് ഈ ഹോട്ടൽ ഉടമ ഔസേപ്പ് ഈ ഒരു ദൃശ്യങ്ങൾ കരസ്ഥമാക്കിയത് എന്നുള്ളതാണ്. ഈ ഹോട്ടൽ ഉടമ പറയുന്നത് നിരന്തരമായ ഭീഷണി ഉണ്ടായിരുന്നു. ഈ SI രതീഷ് എന്ന് പറഞ്ഞ ആളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായ ഭീഷണി ഉണ്ടായിരുന്നു. പോക്സോ കേസിലടക്കം ചുമത്തി അകത്തിടും എന്നുള്ളൊരു ഭീഷണിയാണ് ഉണ്ടായിരുന്നത്. എത്രയും പെട്ടെന്ന് ഈ കേസിൽ നിന്ന് പിന്മാറണമെന്നുള്ള നിരന്തരമായ ഭീഷണി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അത് തുടർച്ചയായുള്ള നിയമ നടപടി സ്വീകരിക്കുകയും നിയമ പോരാട്ടം നടത്തുകയും അത്തരത്തിൽ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനും ഈ ഒരു വിവരാവകാശവും ഒക്കെ ഇടപെട്ടാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും
ഈ ഹോട്ടൽ ജീവനക്കാരെ ഇത്തരത്തിൽ ഈ പ്രതികളെ പോലെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ഈ ഹോട്ടലിൻ്റെ മാനേജർ റോണി, മറ്റൊരു ജീവനക്കാരൻ എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് മർദ്ദിച്ചത്. ഇതിന് കാരണമായി പറയുന്നത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള മർദ്ദനം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ പോലീസിന് അങ്ങനെ അകാരണമായി ആരെയും മർദ്ദിക്കാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തെങ്കിലും കേസിൽപ്പെട്ട പ്രതികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യമോ അല്ലാതെ അകാരണമായി പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ഇത്തരത്തിലുള്ള മർദ്ദനം അത് സാധ്യമല്ല, അത് അനുവദനീയമല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കം പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കണം. മാത്രമല്ല ഈ ഒരു മർദ്ദനത്തിന് ശേഷം SI ആയിരുന്ന രതീഷിന് പ്രൊമോഷനാണ് നൽകിയത് എന്നതടക്കം പറയുന്നു. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യം മുതലേ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വിമുഖതയാണ്. കേസെടുക്കാൻ വിമുഖതയുണ്ടായി. ഈ ഒരു CCTV ദൃശ്യങ്ങൾ നൽകാൻ വിമുഖതയുണ്ടായി. ഇത്തരത്തിൽ കേസ് ഒതുക്കി തീർക്കാനും വഴിതിരിച്ചു വിടാനുമാണ് നിരന്തരമായി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ശ്രമം നടന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനി വെച്ചു പൊറപ്പിക്കാനാവില്ല. ഇത്തരം പരാതി വന്നാൽ ഉടൻ തന്നെ അതിൽ ഇടപെടൽ ഉണ്ടാകണം. ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നടപടി, അത് ശിക്ഷാ നടപടികൾ, അതായത് ഈ ജോലിയിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയുള്ള നടപടികൾ വേണമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാം പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ്. ഇനി വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവും. 10-ാം തീയതി ഈ വലിയ രീതിയിൽ സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും, ഈ ഒരു ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്ന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ചുണ്ടായിരിക്കും. അതുപോലെ തന്നെ വകുപ്പ് മേധാവിയുടെ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്കൊക്കെ ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധമാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. ഐശ്വര്യ. ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.